ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ജാതിമത ഭേദമന്യേ പുരോഗതി ഉറപ്പാക്കുമെന്നാണ് അവർ പറയുന്നത്. പൊതുവായി സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങളൊക്കെ അവർ എടുത്തു പറയുന്നു. സർക്കാരിന് പണപ്പെരുപ്പം പിടിച്ചു നിർത്താനായി പണപ്പെരുപ്പം 4% എന്ന ലക്ഷ്യത്തിലേക്ക് എത്തി. ബജറ്റിൽ വികസന ലക്ഷ്യം യുവാക്കൾക്കും സ്ത്രീകൾക്കും ഊന്നൽ നൽകുന്നു. അതുപോലെ ചെറുകിട സൂക്ഷ്മ വികസനത്തിന് ഊന്നൽ. ബജറ്റിൽ 9 മേഖലയിൽ മുൻഗണന നൽകിയാണ് ഈ ഒരു ബജറ്റ് അവതരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് ഈ ബജറ്റിന്റെ പൊതു സ്വഭാവം? എന്താണ് വിജയ്, മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. 9 മുൻഗണനാ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഈ ബജറ്റ് എന്നാണ് ധനമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത്. എന്തായാലും ഉൽപാദനക്ഷമത, തൊഴിൽ, സാമൂഹ്യനീതി, നഗരവികസനം, ഊർജ്ജക്ഷമത, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള 9 മുൻഗണനാ മേഖലകളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ധനമന്ത്രി ബജറ്റിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കിയത്. ബജറ്റിൽ തൊഴിൽ, മധ്യവർഗം, ചെറുകിട, ഇടത്തരം മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ധനമന്ത്രി പറയുന്നു. എന്തായാലും കാർഷിക മേഖലയിലടക്കം സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. BJPക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഒരു സ്വന്തമായൊരു തീരുമാനം ഈ ബജറ്റിൽ എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണത്തേൽ പോലും കഴിയില്ല. കാരണം കൂടുതൽ കക്ഷികളെല്ലാം തന്നെ കേന്ദ്ര മന്ത്രിസഭയിലുള്ളതാണ്. അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമാകും ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന ഒരു സൂചനകളെല്ലാം തന്നെ ഒരു അവലോകനത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ബീഹാർ അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സർക്കാരുകൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യം പ്രധാനമായുമുണ്ട്. അവരുടെ കക്ഷികളെല്ലാം തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നിതീഷ് കുമാർ അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ആ കക്ഷികളെ എല്ലാം തന്നെ ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടി സർക്കാരുണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായെന്ന് തന്നെയാണ് ബജറ്റിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും കാർഷിക മേഖലയിൽ 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 2 വർഷത്തിൽ 1 കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് നമുക്കറിയാം, ഈ കർഷകർക്ക് പ്രധാനമന്ത്രിയുടെ ധനസഹായം അടക്കം ലഭ്യമാകുന്ന ക്രെഡിറ്റ് കാർഡ്, അതോടൊപ്പം തന്നെ വായ്പ അടക്കം ലഭ്യമാകുന്നതിന് വേണ്ടി ഹാജരാക്കുന്ന ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള ആ പദ്ധതി അത് 5 സംസ്ഥാനങ്ങൾ കൂടി അവതരിപ്പിക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ കർഷക സംഘടനകളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയും ഈ ബജറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തൊഴിൽ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ 4 കോടി യുവാക്കൾ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനമെന്നാണ്, നൈപുണ്യ നയമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കാനായി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരും പറഞ്ഞിരിക്കുന്നു. കൂടാതെ 2 ലക്ഷം കോടി രൂപ ഇതിനായി നീക്കിവെച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത്. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട 3 പദ്ധതികൾ സർക്കാർ ആരംഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടാതെ 1 കോടി യുവാക്കൾക്ക് 500 വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് നൽകും. അതോടൊപ്പം തന്നെ 5000 രൂപ പ്രതിമാസം ഇന്റേൺഷിപ്പ് അലവൻസുമായി നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു. കൂടാതെ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും ബജറ്റിൽ പറയുന്നു. ഇതാണ് വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഏറ്റവും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങൾ. കൂടാതെ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇനി അടിസ്ഥാന വികസനം നോക്കുകയാണെങ്കിൽ 100 നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഗ്രാമീണ വികസനത്തിന് 2.66 ലക്ഷം കോടി വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നമ്മൾ പറയുകയാണെങ്കിൽ വാരിക്കോരി നൽകിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആന്ധ്രയ്ക്ക് 15,000 കോടിയുടെ പാക്കേജാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിലെ റോഡ് പദ്ധതികൾക്ക് 26,000 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം, ബോധ്ഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കുമെന്ന് പറയുന്നു. കൂടാതെ 2400 മെഗാവാട്ടിന്റെ ഊർജ്ജ പ്ലാന്റിന് 21,400 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. വിമാനത്താവളങ്ങളും റോഡുകളും ബീഹാറിൽ പണിയും. ആന്ധ്രയുടെ നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം നൽകുമെന്ന് ബജറ്റിൽ പറയുന്നു. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ സാങ്കേതരൻ സാമ്പത്തിക വിദഗ്ധനാണ്. ശ്രീ സാങ്കേതരൻ, എങ്ങനെയാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തെ താങ്കൾ എങ്ങനെയാണ് ഒരു പ്രാഥമികമായി നോക്കിക്കാണുന്നത്? വളരെ കൂടുതൽ പ്രതീക്ഷകൾ കൈവച്ച് നമ്മൾ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷകൾക്ക് ഉയർന്നിട്ടില്ല. എനിക്ക് തോന്നുന്ന നമ്മൾ വിഭവ സമാഹരണത്തിൽ ധനസമാഹരണം നടത്തുന്നത് കൂടുതലായി 2 സംസ്ഥാനങ്ങളിലൊക്കെ പോയത് അതിനൊരു പ്രത്യേക കാരണം ആയിരിക്കണം.
രണ്ടാമത്തെ കാര്യം, നമ്മെ സംബന്ധിച്ചോളം കേരളം പലതരത്തിലുള്ള, നമ്മളിവിടുന്ന് കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞത് അത് ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതൊന്നും നടന്നിട്ടില്ല. മറുവശത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ അനുകൂലമായി കാണേണ്ട കാര്യങ്ങളും ഉണ്ട്. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചോളം MSME, അത് മൈക്രോ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ ഇവിടെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം വരുത്തുന്നതാണ്. പക്ഷെ ഇത് ബഡ്ജറ്റ് പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങിയാൽ പോരാ. വേറൊരു കാര്യം ഞാൻ കാണുന്നത്, ഈ ഇന്ത്യക്ക് ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിരുന്നാൽ, ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗമായിരുന്നു ഗ്രാമീണ മേഖലയിൽ വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഗുണപ്പെട്ടേനെ. കാരണം വീടിന്റെ പട്ടിണി മാറ്റാൻ പറ്റുമായിരുന്ന പലതരത്തിലും നമുക്ക് പ്രയോജനം വരുമായിരുന്നു. ഇവിടെ ബഡ്ജറ്റിൽ ഞാൻ കാണുന്ന മറ്റൊരു ന്യൂനതയുണ്ട്. ആ ന്യൂനത വളരെ പ്രധാനമാണ്. ഇവിടെ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്ന സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 1% ധനികന്മാരായിട്ടുള്ളവരിലാണ് സ്വത്ത് മുഴുവൻ അങ്ങ് ഇരിക്കുന്നത്. ബാക്കി വന്നാൽ ജനസംഖ്യയിൽ 50% പേര് ദാരിദ്ര്യരേഖയിലോ ദാരിദ്ര്യരേഖയ്ക്ക് തൊട്ട് താഴെയാണ്. അവരെ സംബന്ധിച്ചോളം സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് വരുത്തുന്നില്ല. ഒരു പക്ഷേ ഇവരിത് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെ തട്ടുകട പോലുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രാ ലോൺ കൊടുക്കുന്നതിനകത്ത് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമായി വർദ്ധിപ്പിക്കും എന്ന് പറയും. പക്ഷെ അതൊക്കെ വരുന്നൊരു കാര്യം, അത് അനുവദിച്ച് കിട്ടാനും അതനുസരിച്ച് അവർ കൂടുതൽ സംരംഭകരായി മാറാനും അവരുടെ തിരിച്ചടവിനുള്ള കാര്യങ്ങളും ഒക്കെ പരിഗണിക്കും. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കാണാം. മറ്റൊരു കാര്യം, ഇടത്തരക്കാരെ സംബന്ധിച്ചോളം വലിയ നിരാശ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ കൂടുതൽ മാറ്റങ്ങൾ ഇൻകം ടാക്സിൽ, ആദായ നികുതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇളവുകളും ഉണ്ടെന്നാണ്. ഒരു തരത്തിൽ ഇളവുകൾ ഇല്ലെന്ന് മാത്രമല്ല, പുതിയ ഇൻകം ടാക്സ് 2 തരത്തിലാണ്. ഒന്ന് പുതിയ നിരക്കിലുള്ളവർക്കും അതുപോലെ തന്നെ പഴയ നിരക്കിലുള്ളവർക്കും. പഴയ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ വിലക്കയറ്റം കുറച്ചു കൊണ്ടുവരുന്നതിനും അല്ലെ വിലക്കയറ്റത്തിനെ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനും ഉള്ള പ്രത്യേക പദ്ധതികൾ ഇപ്പം മൊത്തം പ്രസംഗം കേട്ടിരുന്ന അതിനകത്ത് പറഞ്ഞു കേട്ടില്ല. ഇനി വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം കഴിയും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 500 വളരെ വൻകിടായിട്ടുള്ള സ്ഥാപനങ്ങളില്ല, ഇവിടെ നല്ല സ്ഥാപനങ്ങളില്ല, യുവജനങ്ങൾക്ക് അപ്രന്റീസ് പദ്ധതി ഏർപ്പെടുത്തുന്നുണ്ട്. അത് 5 കൊല്ലം കൊണ്ട് 1 കോടി യുവജനങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു സജ്ജീകരണം ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത് തികച്ചും സ്വാഗതാർഹമാണ്. അവർക്ക് ഈ കാര്യങ്ങൾ 5000 രൂപ പ്രതിമാസ ഫെലോഷിപ്പോടുകൂടി പഠിക്കാനും 12 മാസം അങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ ഒന്നുകിൽ അവിടെ തന്നെ തുടരാനോ മറ്റ് സ്ഥാപനങ്ങളിൽ പോകാനോ അവർക്ക് വേണമെങ്കിൽ സംരംഭകരാകാനോ ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ കോർപ്പറേറ്റുകൾക്ക് മുൻഗണന നൽകുന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് തലോടുന്നതാണ് ഈ ബജറ്റ് എന്ന് മോദി സർക്കാരിന്റെ പല ബജറ്റുകളെ കുറിച്ചും ആക്ഷേപമുണ്ടായിരുന്നു. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇതിൽ? ഇപ്പോഴും അതിനെപ്പറ്റി പറയാനുള്ളതാണ്. കാരണം ഞാൻ 2 രീതിയിൽ അത് പറയാം. ഒന്ന്, ഈ കോർപ്പറേറ്റുകൾക്ക് ഈ ടാക്സ് എന്ന് പറയുന്നതിനകത്ത് ഇളവ് കൊടുത്ത് പരമാവധി അങ്ങ് വെച്ചിരിക്കുക. ഒരു ശമ്പള വരുമാനക്കാരൻ താഴ്ന്ന ആളുകളിൽ നിന്ന് പിഴിഞ്ഞങ്ങ് വാങ്ങുകയാണ്. അത് കഴിഞ്ഞാല് നമുക്ക് വളരെ പ്രധാനപ്പെട്ട എന്റെ സ്വന്തമായ ഒരു വലിയ വ്യൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്വത്ത് നികുതി എന്ന് പറയുന്ന പഴയ വെൽത്ത് ടാക്സ് അന്നൊരു കാലത്ത് അത് പ്രത്യേക സാഹചര്യത്തിലാണ് നിർത്തലാക്കിയതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പണം നമുക്ക് ഗുണപ്പെടില്ലെന്നാണ്. അത് കാലമൊക്കെ മാറി. ഞാൻ മുമ്പേ പറഞ്ഞാണ് 1% പേര് അതിസമ്പന്നരായിട്ട് കഴിയുന്ന ഈ രാജ്യത്ത് 10%-ലധികം പേര് ഏതാണ്ട് 3/4% ദേശീയ സ്വത്ത് കൈവശം വെക്കുമ്പോൾ ആ വെൽത്ത് ടാക്സിലൂടെ പണം കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തെ തൊടാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും കോർപ്പറേറ്റുകൾക്ക് തലോടലും പിന്തുണയും നൽകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായി നിലനിൽപ്പുണ്ട്. അത് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ ടാക്സ് ആയാലും മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇളവുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ഖജനാവിലും പണം കുറയുകയാണ്. ഖജനാവിലും പണം കുറയുകയാണെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും മറ്റും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അന്നേരം നമുക്ക് ആ കാര്യത്തിൽ ആക്ഷേപം അതേപടി നിലനിൽക്കുന്നുണ്ട്.
ഒരു തരത്തിലും അതിന് കുറവ് വന്നിട്ടില്ല. വേറെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയാം. പൊതുവെ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചാണ്. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഉള്ളതാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. പിന്നെ 15,000 കോടി രൂപയുടെ പ്രോജക്ട് ആന്ധ്രാപ്രദേശിന് കൊടുത്ത് അതേപോലെ തന്നെ ബീഹാറിന് വാരിക്കോരിയും കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ജനങ്ങളിലെ ഒരു അസംതൃപ്തി, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ സംബന്ധിച്ചോളം ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നതിന് തീർച്ചയായും വകയുണ്ട്. ഏതായാലും 24,000 കോടി രൂപയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഇതൊക്കെ ബീഹാറിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ വഴിമാറിപ്പോയി കേരളം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളും അസ്വസ്ഥരാകുന്ന സാഹചര്യമാണോ? അസ്വസ്ഥരാകുന്നുള്ളതിനും സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇപ്പൊ നമുക്കൊരു സംബന്ധിച്ചോളം നമുക്ക് ധനവിഭവമാണല്ലോ ഈ ബഡ്ജറ്റിലൂടെ അവതരിപ്പിക്കുന്നത്. ധനവിഭവം എത്ര കണ്ട് സമാഹരിക്കാനാവുമെന്നാണല്ലോ. സമാഹരിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ വലിയ പദ്ധതികളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ പരിമിതമായ കാര്യങ്ങളിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ധനവിഭവ സമാഹരണത്തിൽ സിംഹഭാവവും 2 സംസ്ഥാനങ്ങൾക്ക് പോകുമ്പോൾ മറ്റുള്ളവർ അസംതൃപ്തരാകുന്നെന്ന് മാത്രമല്ല, അവരുടെ വികസന മുരടിപ്പ് തന്നെ അവർക്ക് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് 2-3 കാര്യങ്ങളിൽ മാത്രമേ പ്രയോജനം കിട്ടാനിടയുള്ളൂ. ഒന്ന് ടൂറിസത്തിന്റെ കാര്യത്തിൽ. ടൂറിസത്തിന്റെ മേജർ പ്രോജക്റ്റുകളൊന്നും കേരളത്തിലില്ല. അങ്ങനെ ഉള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രയോജനം കിട്ടുക, അതല്ലെങ്കിൽ നമുക്ക് ആകെ കിട്ടാൻ കഴിയുന്നത് ഈ മീഡിയം SMSC ഞാൻ പറഞ്ഞില്ലേ, ചെറിയ സൂക്ഷ്മ ചെറുകിട ഇടത്തര സ്ഥാപനങ്ങൾ, അതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന എന്തെങ്കിലും രീതിയിലാവാം. മുദ്രാ ലോണുകൾ ഇവിടെ വളരെ കുറവാണ് കേരളത്തിലുള്ളവർ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ഈ തട്ടുകളൊക്കെ മറ്റ് ചെറിയ സംരംഭക്കാരാണ്. അവരൊക്കെ ഇനി അത് 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലാകാം എന്ന് ഞാനത് പറഞ്ഞു പറഞ്ഞാൽ, ആന്ധ്ര ഒഴിച്ച് തെക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ, കേരളത്തിന് മാത്രമല്ല തെക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ അവഗണിച്ചെന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ പുതിയ മാനങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. കാരണം ഇവിടെ അവരുടെ ഭരണകക്ഷിക്ക് ആന്ധ്രാപ്രദേശിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഒരു തരത്തിൽ ഉപേക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ അവഗണിച്ച രീതിയിൽ ഒരു ചിന്ത വരുന്നതിന് അത് കാരണമാവും. തീർച്ചയായും വളരെ സാഗരൻ താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അത് വ്യക്തമാണ്. കാരണം ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ കൂടുതൽ നൽകുമ്പോൾ ഘടകകക്ഷിയാണ്, പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അവരുടെ പിന്മാറ്റമോ കാലുമാറ്റമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ പാടില്ല എന്ന് സർക്കാർ തീരുമാനിച്ച പോലെയാണ്. അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് വലിയ തുകകൾ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതല്ലാതെ രാഷ്ട്രീയമല്ലാതെ വേറെ എന്ത് കാണാൻ എന്നുള്ളൊരു സംശയവും ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകാം. നമുക്കിപ്പോൾ ഡോക്ടർ നീതി ചേരുന്നു, സാമ്പത്തിക വിദഗ്ധരാണ്. ഡോക്ടർ നീതി, ഇപ്പോൾ പൊതുവായി ശ്രീ ശാന്തരനൊക്കെ സൂചിപ്പിച്ച പോലെ പൊതുവായി രാജ്യത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ചെറുകിട വ്യവസായങ്ങൾക്കും മറ്റും പ്രഖ്യാപിച്ചിരിക്കുന്ന മുദ്രാ ലോണുകൾക്ക് പോലും പ്രഖ്യാപിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളല്ലാതെ അതിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നല്ലാതെ കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ മൊത്തം ഡീറ്റെയിൽസ് വന്നിട്ടില്ല. എങ്കിലും ഈ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ, ബഡ്ജറ്റ് രേഖയുടെ അടിസ്ഥാനത്തില് കേരളത്തിന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വൻപിച്ച തുക പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അങ്ങനെ നോക്കുന്ന അവസരത്തിൽ ഒരു സംസ്ഥാനങ്ങളോട് വിവേചനപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിന് പൂർണ്ണ രൂപം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിന്റെ പൂർണ്ണ ഡോക്യുമെന്റ് പുറത്തു വരണം. പക്ഷെ അത് വന്നിട്ടില്ല. അത് മണിക്കൂറുകൾക്കകം പുറത്തു വരും. എങ്കിൽ മാത്രമേ കേരളത്തെ പറ്റി നോക്കുന്നെങ്കിലും നമ്മുടെ 24,000 കോടി രൂപയുടെ പാക്കേജിൽ ഏതെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ, അത് കിട്ടുമോ എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ശ്രീ നീതി, ഇങ്ങനെ 2 സ്റ്റേറ്റിനായിട്ട് മാത്രം ഇങ്ങനെ കോടികൾ വകയിരുത്തുക, ഇതൊരു വലിയ ആക്ഷേപങ്ങൾക്ക് തന്നെ പ്രത്യക്ഷത്തിൽ ഇടയാക്കുന്ന കാര്യമാണ്. ഇതെല്ലാം മറന്നിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ തുക അങ്ങോട്ട് നിജപ്പെടുത്തുന്നത്, കൈമാറുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. രാജ്യത്തെ ഓരോ കുഞ്ഞുകുട്ടിക്ക് വ്യക്തമായ കാര്യമാണ്. എങ്കിലും ഇങ്ങനെ വലിയ ആക്ഷേപത്തിന് ഇടയാക്കുന്ന വിധത്തിൽ ഇങ്ങനെ പദ്ധതി വിഹിതം അങ്ങോട്ട് കൈമാറാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഇവരെ ഘടകകക്ഷികളുടെ പിന്തുണയോട് കൂടിയേ മാത്രമേ ഭരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അടുത്ത 5 വർഷം ഭരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ TDPയുടെയും ബീഹാറിലെയും സഹായം ആവശ്യമാണ്, അവരുടെ പിന്തുണ ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ബീഹാർ നേരത്തെ ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് ആന്ധ്രാപ്രദേശും ആവശ്യപ്പെട്ടിരുന്നു. അപ്പം കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് 2 സംസ്ഥാനങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകി മറ്റ് സംസ്ഥാനങ്ങളെ വിസ്മരിക്കുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളുടെ ഉദാഹരണത്തിന് ഇപ്പൊ ഹിമാചൽ പ്രദേശ്, ആസാം അങ്ങനെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ പ്രത്യേക സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അത് മഴക്കെടുതിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിനകത്ത് പറയേണ്ടുന്നത് ന്യൂ ജനറേഷൻ റിഫോംസുമായിട്ട് പോകുന്നുണ്ട്. അതിന്റെ പകരം അതിന്റെ ഭാഗമായിട്ട് ഈ അനുബന്ധ ഈ 2024-25 വോട്ട് ഓൺ അക്കൗണ്ടിൽ പ്രഖ്യാപിച്ച ഉത്തരേന്ത്യൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ബീഹാർ, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ വികസന എഞ്ചിനാക്കി മാറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ വന്നിട്ടുണ്ട്, തൊഴിലവസരങ്ങളിൽ വന്നിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൽ സാധാരണക്കാരന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല. കാരണം സ്ലാബിൽ വലിയ മാറ്റം വരുത്തിയിട്ടില്ല. ചെറിയ റേറ്റിൽ മാത്രമേ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അതേപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് 1.56 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറയുന്നു. പക്ഷെ അത് ഈ വോട്ട് ഓൺ അക്കൗണ്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന ഏകദേശം 1.46, വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഗ്രാമീണ മേഖലയിലെ കാർഷിക മേഖലയിലെ ഭക്ഷ്യ സബ്സിഡിക്ക് എത്ര, രാസവള സബ്സിഡിക്ക് എത്ര, അവരുടെ ക്രെഡിറ്റ് വായ്പയ്ക്ക് വേണ്ടി എന്ത് മാറ്റിവെക്കുന്നു, ആ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം കിട്ടും, അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് എന്ത് ആനുകൂല്യം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി. തീർച്ചയായും രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയാം കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും ഒക്കെ എത്രമാത്രം പ്രോത്സാഹനം വാങ്ങുന്നുണ്ട് ഈ ഒരു ബജറ്റിൽ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ശ്രീ JR പത്മകുമാർ, BJP നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പത്മകുമാർ, ഈ ബജറ്റിനെ അതിന്റെ പൊതു സ്വഭാവത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? വളരെ വികസനോന്മുഖമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. അതിന്റെ ബഡ്ജറ്റിന്റെ പൂർണ്ണരൂപം നമ്മുടെ ധനകാര്യമന്ത്രി ഈ ലൈവായി പറഞ്ഞത് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിലുള്ളൂ. ബാക്കി ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വളരെ നമ്മുടെ പ്രത്യേകിച്ചും ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന് വേണ്ടി ഉതകുന്ന ഒരു ബഡ്ജറ്റാണ്. കൂടുതൽ പ്രധാനമായിട്ടും ഒരു 7-8 സെക്ടേഴ്സിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രയോറിറ്റി തൊഴിൽ, സ്കിൽ, MSc, ഇടത്തരം ചെറുകിട മേഖലകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക്, കാർഷിക മേഖലകൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഈ പ്രത്യേകം നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ എംഫസിസ് കൊടുത്തിട്ടുണ്ട്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്കറിയാമല്ലോ, ഇപ്പോ to fulfill the needs of the present generation without harming the needs and demands of the future generation എന്നുള്ള ആ രീതിയിൽ കണക്കെടുക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശ്രീ പത്മകുമാർ, ഇപ്പോൾ കേരളം ഒരു 24,000 കോടി രൂപയാണ് ഒരു പാക്കേജായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ നിഷ്കരണം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പൊതുവായി താങ്കൾ സൂചിപ്പിച്ച വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ, ഇളവുകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ രാജ്യം ഉടനീളമുള്ള നേട്ടങ്ങളൊക്കെ കേരളത്തിന് ലഭ്യമാവും, അത് സംശയമില്ലാത്ത കാര്യമാണ്. എങ്കിലും കേരളത്തിന്റെ ഈ ആവശ്യം, കേരളത്തിൻ്റെതായ ആവശ്യം നിരസിക്കപ്പെട്ട സാഹചര്യം എന്താണ്? അതല്ല, നിങ്ങൾ ഇപ്പൊ പാക്കേജ് കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങൾ നോക്കും, മണ്ണിടിച്ചില് അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന പാക്കേജിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും നടപടികളുണ്ട്. നമ്മൾ എന്തിനാ ചോദിക്കുന്നത്? നമ്മള് കടം വീട്ടിന് പലിശ കൊടുക്കുന്നതിനും സാലറി കൊടുക്കുന്നതിനും കടം തിരിച്ചടയ്ക്കുന്നതിനും ഇതാണോ വേണ്ടത്? ഇപ്പൊ ഓരോ ഫണ്ടിനെ ഓരോ സംബന്ധിച്ച് ഞാൻ ചെറുതായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഓരോ ചില കാര്യങ്ങളിലൊക്കെ മേഖലകളിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ അർബൻ ഡെവലപ്മെന്റിന് കൊടുത്തിട്ടുണ്ട്, കാർഷിക മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റിന് വേണ്ടി പൈസ കൊടുക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് കുറച്ച് പൈസ കുത്തക എമൗണ്ട്, ഒരു ബൾക്കായിട്ട് എമൗണ്ട് ചോദിക്കില്ല. അതല്ലല്ലോ, അങ്ങനെയല്ല ചോദിക്കേണ്ടത് ഇന്ന മേഖലയിലെ ഡെവലപ്മെന്റിന് ഞങ്ങൾ നമ്മുടെ മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ട്, ഇന്ന മേഖലയിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട്, എനർജി സെക്ടറിൽ, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെയാണോ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം, ഞങ്ങൾക്ക് കടം തീർക്കാനും പലിശ തീർക്കുന്നതിന് വേണ്ടിയിട്ടും സാലറി കൊടുക്കുന്നത്, അങ്ങനെ ചോദിച്ചാൽ പൈസ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കുന്നതെല്ലാം നോംസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ഈ ബീഹാറിനെയും ആന്ധ്രയും ഒക്കെ ഇങ്ങനെ തൊട്ടു തലോടുക മാത്രമല്ല, അവരെ വല്ലാതെ ലാളിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ പത്മകുമാർ. അതൊക്കെ പ്രചരിപ്പിക്കുന്നതാണ്. നമ്മുടെ ഒരു മുന്നണി ഭരണ സംവിധാനത്തിൽ അവര് ആവശ്യപ്പെടുന്നത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ
നമ്മൾ ഫിനാൻസ് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് ഫിനാൻസ് കമ്മീഷന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അത് അവരുടെ അപ്രൂവൽ ഉണ്ടായിട്ടുണ്ടാവും. ആ രീതിയിൽ ക്രിയാത്മകമായ ഗവൺമെന്റ് നമ്മുടെ നോംസിനകത്തു നിന്നുള്ള പദ്ധതി ഈ ഡിമാൻഡ് വയ്ക്കാൻ കേരളം ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേഗമായിട്ട് ഡിമാൻഡ് ചെയ്താൽ കൊടുക്കാൻ കഴിയില്ലല്ലോ. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. KC ഉണ്ണികൃഷ്ണനിലേക്ക് തിരികെ വരികയാണ്. ഉണ്ണി, ഇപ്പോൾ പ്രധാനമായ ഒരു ബജറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് വില കുറയുന്നത് കൂടുന്നത് എന്നൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള വില വിവരങ്ങൾ, വില താഴുന്ന വിവരങ്ങൾ, വില ഉയരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം സ്വർണം തന്നെയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും തീരുവ കുറച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വില കുറയുമെന്നാണ് പറയുന്നത്. ഗ്രാമിന് 420 രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കണക്കുകളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ ബജറ്റിന്റെ പൊതു സ്വഭാവം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഈ ബജറ്റിനെ എങ്ങനെ പ്രാഥമികമായി വിലയിരുത്തുന്നു? ഈ ബജറ്റ് രാജ്യത്തിന്റെ ബജറ്റല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി ആന്ധ്രാപ്രദേശ് ബീഹാർ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രതികരണം. 2, ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, യുവാക്കളെ നിങ്ങൾക്ക് തൊഴിലും തരാൻ പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് സംഘടിപ്പിച്ചു തരാം, 5000 രൂപ മാസം ബജറ്റ്, അത് 1 വർഷത്തേക്ക്. 3, കാർഷിക മേഖല തകർന്നടിഞ്ഞു എന്ന് ഇന്നലെ ഇക്കണോമിക് സർവേയിൽ പറഞ്ഞു. ഇപ്പോൾ പറയുന്നു കാർഷിക മേഖലയിൽ പല പരിഷ്കാരം വരുത്തും, അതിനുവേണ്ടി ഇത്ര തുക മാറ്റിവെക്കുമെന്ന്. 2016 പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന്. അത് തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴാണ് പുതിയ ചെപ്പടി വിധിയുമായിട്ട് വരുന്നത്. ഇനി കേരളത്തിന്റെ ആംഗിളിൽ കേരളം സമർപ്പിച്ച ഒരു പദ്ധതിക്കും അനുകൂലമായ പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. ഇനി അടിസ്ഥാന മേഖലയ്ക്ക് വേണ്ടി അനുവദിക്കുന്ന ദീർഘകാല വായ്പയുടെ വല്ല ആനുകൂല്യം കേരളത്തിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ അതിനകത്ത് നിന്ന് ഒരു അനുകൂല ഭാവം കാണുന്നുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇറക്കുമതി തീരുവ. നിരവധി ഉൽപ്പന്നങ്ങളുടെ മുകളിലുള്ള തീരുവ കുറച്ചു. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് അടിസ്ഥാന ഇറക്കുമതി തീരുവ. പക്ഷേ കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ, റബ്ബർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേരളത്തിലെ കർഷകരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള യാതൊരുവിധ തീരുമാനവും ഈ ബജറ്റിലുണ്ടായിട്ടില്ല. 6ാമത്തത്, കേരളം കേന്ദ്രത്തിന് സമ്മാനിച്ച 2 സഹമന്ത്രിമാരുണ്ട്. ഒന്ന് സുരേഷ് ഗോപിയും പിന്നെ 2 ജോർജ് കുര്യനും. ഈ 2 പേരും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ പ്രഖ്യാപനങ്ങളും പ്രകടനങ്ങളും നടത്തി. ഒന്ന് കൃഷി, ഒന്ന് ടൂറിസം മേഖലയിൽ, 2 ഈ മത്സ്യബന്ധന മേഖലയിൽ. ആ മേഖലയിൽ ഒരു തരത്തിലുള്ള ഒരു പദ്ധതിയും കേരളത്തിന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പിൽഗ്രിമേജ് ടൂറിസം സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ ധനമന്ത്രി വാചാലമായപ്പോൾ അതൊക്കെ ബീഹാറിലും ആന്ധ്രയിലും ഒറീസയിലും ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിസഭയെ തുടരാൻ പറ്റുമോ, അതേ തുടരാനുള്ള ഒരു ധാർമ്മികമായ അവകാശമുണ്ടോ എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം വളരെ കൃത്യമായ അക്കമിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായ ഒരു വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വളരെ നന്ദി ഒരിക്കൽ കൂടി ജോൺ ബ്രിട്ടാസ്. ഉണ്ണിയിലേക്ക് വരികയാണ്. ഉണ്ണി, കേരളത്തിന് ഒന്നും ലഭിച്ചില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഇനിയും പൊതുവായ ഉള്ള ആനുകൂല്യങ്ങളിൽ, പ്രഖ്യാപനങ്ങളിൽ എന്തെങ്കിലും ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് ലഭ്യമാകും. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകും, ഉറപ്പാക്കും എന്നല്ല പറഞ്ഞത്, അവർക്ക് ഇന്റേൺഷിപ്പിന് പൈസ നൽകും എന്നുള്ളതാണ്. അത് എത്രമാത്രം പ്രയോജനകരമാകും എന്നുള്ളത് പറയുകയാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ എന്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകേണ്ട കാര്യവുമാണ്. ഉണ്ണി പറഞ്ഞു തുടങ്ങിക്കോളൂ, പറഞ്ഞത് തുടർന്നോളൂ. എന്തൊക്കെയാണ് ഉണ്ണി പറഞ്ഞു വെച്ചാൽ, പ്രത്യേകിച്ച് നമുക്ക് വില കുറയുന്നതും വില കൂടുന്നതും വസ്തുക്കൾ? വിജി, സ്വർണം, വെള്ളി, അതോടൊപ്പം തന്നെ പ്ലാറ്റിനം എന്നിവയുടെ തീരുവ കുറച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാനത്തിൽ വില കുറയും. സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും വില കുറയും. നമുക്കറിയാം സ്വർണ്ണവില കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വലിയ രീതിയിൽ തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 55,000 കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു സ്വർണം വാങ്ങുന്നവർക്ക് ഒരു ചെറിയ ആശ്വാസമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗ്രാമിന് 420 രൂപ വരെ കുറയുമെന്നാണ് കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. എന്തായാലും ആ രീതിയിൽ സ്വർണത്തിന് വില കുറയുമെന്നാണ് പറയുന്നത്. കൂടാതെ മൊബൈലിനും ചാർജറിനും, മൊബൈൽ ഫോണുകൾക്കും ചാർജറിനും വില കുറയും. അതോടൊപ്പം തന്നെ ക്യാൻസറിനുള്ള 3 മരുന്നുകളുടെ വില കുറയുമെന്നാണ്. അതിൻ്റെ ഇറക്കുമതി തീരുവ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആരോഗ്യരംഗത്ത് ഒരു ചെറിയൊരു സഹായം എന്ന രീതിയിൽ തന്നെ നമുക്ക് അറിയാം. ചെറുതല്ല, വലിയ സഹായം തന്നെയാണ്. ക്യാൻസറിനുള്ള
23 മരുന്നുകളുടെ വില കുറയുമെന്ന് പറയുന്നത്. കൂടാതെ ലെതറിനും തുണിക്കും വില കുറയും. ഇതനുസരിച്ച് വസ്ത്രങ്ങളിലെ എല്ലാം തന്നെ വിലയിൽ നേരിയ കുറവ് വരാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. കൂടാതെ വില കൂടുന്നത് നോക്കിക്കഴിഞ്ഞാൽ സോളാർ പാനലിലും ബാറ്ററിക്കും വില കൂടുമെന്നാണ് നമുക്ക് പൊതുവായി വില കൂടുന്നതിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിന് നികുതി കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും വിലയിലും നേരിയ വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് വില കൂടുന്നവ കുറയുന്നവെന്നത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഫിജി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലടക്കം 1 കോടി യുവാക്കൾക്ക് 500 വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് എന്നാണ് സർക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5000 രൂപ. ശരി ഉണ്ണി, ഞാൻ തിരിച്ചെത്താം. അത് തന്നെയാണ് അല്പം മുമ്പ് ജോൺ ബ്രിട്ടാസ് വിമർശിച്ചതും. ഇന്റേൺഷിപ്പ് നൽകുക അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കാനുള്ള ഒരു നടപടിയുമില്ല എന്ന് അദ്ദേഹം അല്പം മുമ്പ് കേരള വിഷൻ ന്യൂസിനോട് ആ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ പ്രിൻസ് ജോർജ് ചേരുന്നു, ഓഹരി വിപണി വിദഗ്ധനാണ്. ശ്രീ പ്രിൻസ് ജോർജ്, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് ഓഹരി വിപണിയിൽ ഒരു ഉണർവുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് വിപണി പ്രതികരിക്കുന്നത്? ഓഹരി വിപണിക്കും അല്ലെങ്കിൽ രാജ്യത്തെ ഇത്തരത്തിലുള്ള മേഖലകൾക്ക്, സാമ്പത്തിക മേഖലകൾക്കൊക്കെ ഉണർവ് നൽകുന്ന ഒരു ബജറ്റാണോ ഇത്? മൊത്തത്തിലുള്ള ബജറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കമന്റ് പറയാനായിട്ട് ഒരു സമയമായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ പ്രിലിമിനറി റിയാക്ഷൻ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൈഡിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ് ഉണ്ടായേക്കുന്നത്. അതിന്റെ കാരണം ഫിജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 10% നിന്ന് 12% ഷോർട്ട് ടൈം ക്യാപിറ്റൽ 15 നിന്ന് 20% STT എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷനെ കളക്ട് ചെയ്യുന്നത് എല്ലാ ടാക്സസും കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ബോയൻസി ഉണ്ട്, അപ്പൊ അവിടെ നല്ല ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അപ്പൊ അവിടെ നിന്ന് കിട്ടാവുന്നിടത്തോളം വരുമാനം വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻക്രീസ് ആണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. അത് മാർക്കറ്റ് പ്രതീക്ഷയിലും വളരെ വലുതായതുകൊണ്ട് മാർക്കറ്റ് ഒരു സെൽ ഓഫിലേക്ക് പോയി ഇപ്പൊ ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം. പിന്നെ ഈ ടാക്സസ് ഒക്കെ എല്ലാ ബജറ്റിലും വന്ന് കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്യുമായിരിക്കും. എന്നാലും ഇത് ഇത്തരത്തിലൊരു ടാക്സ് ഇൻക്രീസിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം നല്ല രീതിയിൽ ടാക്സ് കളക്ഷൻസ് STT വഴിയാണെങ്കിലും ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് വഴിയാണെങ്കിലും നല്ല എമൗണ്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ റിസർവ് ബാങ്കിന്റെ ഡിവിഡൻഡ് ഒക്കെ കിട്ടിയപ്പോൾ ഗവൺമെന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു ടാക്സ് ഇൻക്രീസിന്റെ ആവശ്യമില്ലായിരുന്നു. ഏതായാലും ക്യാപിറ്റൽ മാർക്കറ്റിൽ കുറെ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നിട്ട് അതിന്റെ ക്ലൈമാക്സ് ആയിട്ടാണ് ഇപ്പൊ ബജറ്റിൽ ഇത്തരത്തിലൊരു പ്രപ്പോസൽ വന്നിട്ട്. എന്തായാലും വിപണി ഒരു താൽക്കാലികമായ ഒരു പ്രതികരണം നടത്തി എന്നുള്ളത്, ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയി എന്നുള്ളത്, വിപണി വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ കയറുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഒരു കുറച്ച് ദിവസങ്ങൾ എടുക്കും ഇതിന്റെ ഇതൊന്ന് മാർക്കറ്റ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് വരാൻ. കാര്യം ആരും എത്ര ലെവലിൽ ഒരു ചെറിയ ഇൻക്രീസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും എല്ലാ തരത്തിലും STT എല്ലാത്തിലും ഇതുപോലത്തെ ഒരു ഇൻക്രീസ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് വൈകിട്ടത്തോടുകൂടിയേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ. അതായത് എങ്ങനെയാണ് ഇത് വരുന്നത്, ഏത് ദിവസം തൊട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇനിയുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾക്കാണോ വരുന്നത്, അതോ പഴയ ഇൻവെസ്റ്റ്മെന്റുകൾക്കുണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി ഡീറ്റെയിൽസ് വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ ഒക്കെ ഒരാഴ്ചത്തേക്ക് മാർക്കറ്റ് എന്താണേലും ഒരു സൈഡ് വേസ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇന്നത്തെ ഒരു ട്രേഡിംഗിന്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്രയും വലിയൊരു സെൽ ഓഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമ്പോൾ ഷോർട്ട് പൊസിഷൻസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. പ്യുവർലി ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ട് കുറച്ചൊരു റീബൗണ്ട് ഒക്കെ ഉണ്ടാവും. എന്നാലും മാർക്കറ്റ് സെന്റിമെന്റ്സ് നെഗറ്റീവായിട്ട് അഫക്റ്റഡ് ആയിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യം. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന് ശ്രീ പ്രിൻസ് ജോർജ്. ഉണ്ണിയിലേക്ക് തിരികെ എത്തുകയാണ്. ഉണ്ണി, കേരളത്തിന് എന്ത് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ 24,000 കോടിയുടെ പാക്കേജൊക്കെയാണ് ആവശ്യപ്പെട്ടത്, പക്ഷേ അത് നിഷ്കരണം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ JR പത്മകുമാറൊക്കെ നമ്മളോട് പ്രതികരിച്ചത് കേരളം വ്യക്തമായ നോംസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് മൂലധനമാണ് ഏത് മേഖലയിൽ എങ്ങനെ ചെലവഴിക്കാനാണ് എന്ന രീതിയിലൊന്നും ഉദ്ദേശിച്ചല്ല, ഒരു ഇത്ര കോടി ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് പോയത്. അത് അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അടിസ്ഥാന മേഖലയ്ക്കും മറ്റുമുണ്ടായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിൻ്റെ ഗുണം കേരളത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയും മറ്റും എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ ഇപ്പോൾ തിരിച്ചെത്താം. ഉണ്ണി, PCC റേക്ക് നമ്മളൊപ്പം ചേരുന്നു. ശ്രീ PCC റേക്ക് IAS ആണ് നമ്മളൊപ്പം ചേരുന്നത്. ശ്രീ PCC റേക്ക്, ഈ ഒരു ബജറ്റിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴും അതിൽ യാഥാർത്ഥ്യമുണ്ടോ? കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു പദ്ധതിയിലും ഒന്നും അലോട്ട് ചെയ്തിട്ടില്ല. ഉദാഹരണമായിട്ട് കേരളം ഏറ്റവും കൂടുതൽ നമ്മൾ ടൂറിസത്തിന്റെ കാര്യം പറയുമ്പോൾ കേരളമാണ് ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു സംസ്ഥാനം. നമുക്ക് യാതൊരു വിധത്തിലുള്ള അലോട്ട്മെന്റും തന്നിട്ടില്ല. അതേസമയം ബീഹാറിലും UP യിലും ഒക്കെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ മറ്റ് ഈസ്റ്റേൺ മേഖലയ്ക്കുമൊക്കെ ടൂറിസത്തിന്റെ കാര്യത്തിലും ഒക്കെ നല്ല സഹായങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല.
അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ റെയിൽവേ വികസനത്തെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തിയിരുന്നു. യാതൊന്നും പറഞ്ഞിട്ടില്ല. ബീഹാറിലും ഈസ്റ്റേൺ റീജിയൻ ആന്ധ്രയിലും ഒക്കെ പുതിയ റെയിൽവേ ലൈനുകൾ, പുതിയ വണ്ടികളും ഒക്കെ, പുതിയ ട്രെയിനുകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് അനക്കമില്ല. പിന്നെ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ആണ്. ബീഹാറിന്റെ കോസി നദി ആ പ്രദേശമൊക്കെ എപ്പോഴും ഫ്ലഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു സ്ഥലത്തിലും കുറെ അധികം കോടികളും ലക്ഷം കോടികളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബീഹാറിലും ആന്ധ്രയിലും ഒക്കെ. നമുക്ക് അവിടെയും ഇല്ല. നമുക്ക് 2018 ഒരു ഭയങ്കരമായ വെള്ളപ്പൊക്കവും അത് കഴിഞ്ഞ് ഇക്കൊല്ലം പോലും നമുക്ക് ഈ അടുത്ത കഴിഞ്ഞ മാസം പോലും എല്ലാ ജില്ലകളും വെള്ളപ്പൊക്കം കൊണ്ട് ബാധിക്കപ്പെട്ട കാര്യം നമുക്കറിയാം. യാതൊരു അലോട്ട്മെന്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് യാതൊരുവിധ പ്രത്യേക പരിഗണനയും നൽകിയിട്ടില്ല. നമ്മൾ ആക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് വാസ്തവം ഇല്ലെന്ന് നമുക്കറിയാം. കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് ഇന്ന് നിർഭാഗ്യവശാൽ BJPക്ക് തന്നെ ഭൂരിപക്ഷം ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മറ്റ് 2 പാർട്ടികളെ ആശ്രയിച്ചാണ് ഭരണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ 2 പാർട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി വഴികൾ ആലോചിച്ച് കണ്ടെത്തി നിർദ്ദേശങ്ങൾ ഒരുപാട് പണം അലോട്ട് ചെയ്തിരിക്കുകയാണ്. ആന്ധ്ര എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഇത്രയും നാൾ ഇന്ത്യയിൽ എല്ലാ കണക്കുകളിലും ദക്ഷിണേന്ത്യയുടെ ഒരു ഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത്. ആന്ധ്രയെയും ബീഹാറിനെയും കൂടെ എല്ലാം ചേർത്ത് ഈസ്റ്റേൺ റീജിയൻ ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഈസ്റ്റേൺ റീജിയന് വേണ്ടി പൂർവ്വ പ്രദേശത്തിന് വേണ്ടി പുതിയ സൂര്യോദയം അവിടെ എന്നുള്ള രീതിയിൽ കുറെ അധികം പദ്ധതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ PC സിറിയക്ക് താങ്കളുടെ പ്രതികരണത്തിന്. ഉണ്ണി, കേരളത്തിന് ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും ഈ മേഖലയിലെ പ്രമുഖരുമൊക്കെ എടുത്ത് കാട്ടുന്ന കാര്യം. അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് റെയിൽവേയുടെ കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങളുണ്ട്. എയിംസ് എന്നത് പ്രധാന ആവശ്യമായിരുന്നു. ഇതെല്ലാം തള്ളിക്കളഞ്ഞ ഒരു ബജറ്റ് എന്നല്ലേ പറയേണ്ടത്? വിജയ്, തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെയിൽവേ തന്നെയാണ്. റെയിൽവേ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ അപകടങ്ങൾ കൂടി വരുന്നൊരു ഘട്ടം തന്നെയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യം ആ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇതിന് ഇടക്കാല ബജറ്റിൽ ഫണ്ട് നീക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ ഇടയിൽ വ്യക്തമാക്കിയിരുന്നു 10,000 നോൺ AC കോച്ചുകളെല്ലാം തന്നെ വരുന്നു എന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലൊന്നും നിർണായകമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ബജറ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് പുറത്തു വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലും ഉള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ മാത്രമാകും ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. എങ്കിൽ പോലും കേരളത്തിൽ നിന്നും നിർണായക പ്രഖ്യാപനങ്ങൾ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഏറ്റവും കൂടുതലായി പറയുന്നൊരു കാര്യം ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ ജനറൽ കോച്ചുകളിലടക്കം കുറവ്, വലിയ രീതിയിലുള്ള യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ യാത്രക്കാരുടെ സംഘടനകളടക്കം ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പരിഹാരമാകും വിധം കൂടുതൽ കോച്ചുകൾ അനുവദിക്കുക അല്ലെങ്കിൽ പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യങ്ങൾ ഇതിനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ അമൃത് ഭാരത്, വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ കൂടുതലായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിലടക്കമുള്ള ഒരു സൂചനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ട്രെയിനുകളൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് രീതിയിലാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ മറ്റൊരു കാര്യം എയിംസ് ആണ്. നമുക്ക് വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുന്ന ഒന്നായിരുന്നു എയിംസ്. അത് വിവിധ ജില്ലകളിൽ MP-മാർ അടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ ഇത് എയിംസ് വരണമെന്ന കാര്യം അടക്കം പറയുന്നു. കൂടാതെ കോട്ടയത്ത് വേണമെന്ന കാര്യത്തിലടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ആ രീതിയിൽ എയിംസ് പ്രധാനമായി തന്നെ നമ്മൾ ഉന്നയിച്ചൊരു കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്ന്. എന്നാൽ അതിലൊരു അനുകൂലമായൊരു നിലപാട് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ ബജറ്റ് നോക്കുകയാണെങ്കിൽ ഈ അസമിനും നേരത്തെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനൊപ്പം ഈ അസമിനും ഹിമാചലിനും പ്രളയം സംഭവിച്ച സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേകമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഈ ബജറ്റിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംരംഭങ്ങൾക്കെല്ലാം തന്നെ ഒരു ചെറിയ സഹായം വരുന്നു. ചെറുകിട ഇടത്തര സംരംഭകർക്ക് പ്രത്യേക സഹായം വരുന്നു എന്നാണ് പറയുന്നത്. 1000 കോടിയുടെ പ്രത്യേക സഹായ പാക്കേജ്, സഹായ ഫണ്ട് വരുന്നു. 100 കോടിയുടെ സഹായമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മുദ്ര ലോൺ പരിധി കൂട്ടുന്നൊരു സാഹചര്യമുണ്ടായി. ഇനി 20 ലക്ഷം രൂപ വരെ മുദ്ര ലോൺ വഴി ലഭിക്കും. മുദ്ര ലോണെ സംബന്ധിച്ച് ചെറുകിട സംരംഭകർക്കെല്ലാം തന്നെ വലിയ ആശ്വാസമാവുന്ന ഒരു ലോൺ പദ്ധതി തന്നെയാണ്. അതിൻ്റെ പരിധി 20 ലക്ഷത്തിലേക്ക് വരുന്നു. 10 ലക്ഷമായിരുന്നു, 20 ലക്ഷത്തിലേക്ക് വരുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്.